നമസ്തേ, ഞാൻ ഡോക്ടർ ടി എൽ ശ്രീധരൻ നായർ, പ്രണമം ഹോസ്പിറ്റൽ പുനലൂർ. ഞാൻ എല്ലാ ദിവസവും യൂട്യൂബ് ചാനലിൽ ഹെൽത്ത് പരമായ ചില വീഡിയോകൾ ഇടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഫുഡ് പോയ്സണിംഗ് ആണ്. നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള ഫുഡ് പോയ്സണിംഗ് ഉണ്ട്. ഫുഡ് പോയ്സണിങ്ങിനെ പറ്റിയാണ് ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത്. എന്താണ് ഫുഡ് പോയ്സണിങ്? അതായത് ഒരു സമൂഹ സദ്യ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോവുക അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോവുക, അങ്ങനെ ഒരേപോലെയുള്ള സിംറ്റംസ് ഒരുപാട് പേർക്ക് വരികയും അവരെല്ലാം ഒരേ തരത്തിലുള്ള ഫുഡ് കഴിക്കുകയും ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ ഫുഡ് പോയ്സണിങ് ജനറലായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ല ചുമ്മാ ഒരാൾക്ക് വയറിളക്കോ ശബ്ദത്തിൽ വന്നാൽ നമ്മൾ ഫുഡ് പോയ്സണിങ് എന്ന് പറയത്തില്ല. ഉദാഹരണം, ഒരു പാർട്ടിക്ക് പോയി ബെറോട്ടയും ബീഫ് ഫ്രൈയും കഴിച്ചു, അല്ലെങ്കിൽ മുട്ടക്കറിയും അപ്പവും കഴിച്ചു, അല്ലെങ്കിൽ വീട്ടിൽ ഉള്ള എല്ലാ ആളുകൾക്കും ഒരു തലേന്ന് വാങ്ങിച്ച ബീഫ് ചൂടാക്കി അതും തലേന്നത്തെ ബെറോട്ടയെ കൂടെ കഴിച്ച് എല്ലാവർക്കും വയറിളക്ക ശർദിൽ അങ്ങനെ പോകുന്ന ഒരവസ്ഥ. അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ ടൈപ്പ് ആഹാരം കഴിച്ചുണ്ടാകുന്ന വയറിളക്കം ശർദിൽ പോലെയുള്ള സിംറ്റംസിനെയാണ് നമ്മൾ ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഫുഡ് പോയ്സണിങ് എന്ന് പറയണമെങ്കിൽ രണ്ട് മൂന്ന് ക്രൈറ്റീരിയ വേണം. ഒന്ന്, ഒന്നിൽ കൂടുതൽ ആളുകൾ ആ ഫുഡ് കഴിച്ചിരിക്കണം, ഒരേപോലത്തെ ഫുഡായിരിക്കണം കഴിച്ചിരിക്കുന്നത്. അപ്പം ഫുഡ് പോയ്സണിങ് പല കാരണങ്ങളുണ്ട് വരാം. ഒന്ന്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ബാക്ടീരിയയുടെ ടോക്സിൻസ് ഉണ്ടെങ്കിൽ ഫുഡ് പോയ്സണിങ് വരാം. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽസ്, വല്ല ഡിറ്റർജൻറ്റ് പൗഡറോ സോപ്പൊക്കെ കലക്കി അങ്ങനെ വരാം. പിന്നെ അല്ലാത്ത പ്ലാന്റ് പോയ്സൺസ്, ചില മഷ്റൂമൊക്കെ ചിലതൊക്കെ പിടിക്കത്തില്ല, പോയ്സണാണ്. പിന്നെ ആനിമൽ, ചില കെട്ട മീൻ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ കണ്ടാമിനേറ്റ് ഫുഡാണ്. അങ്ങനെ വന്നാലും ഫുഡ് പോയ്സൺ വരാം. അപ്പം അതിൻ്റെ മൂന്ന് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഒരേപോലത്തെ ആഹാരം കഴിച്ച സെവറൽ പേഴ്സൺസ്, ഒന്നിൽ കൂടുതൽ ആളുകൾ. രണ്ട്, കോമൺ ഫുഡായിരിക്കണം, അവരെല്ലാം കഴിച്ചത് ഒരേപോലത്തെ ആഹാരമായിരിക്കണം. മൂന്ന്, അവർക്കെല്ലാം ഒരേപോലത്തെ സിംറ്റംസ് ആയിരിക്കണം ഉണ്ടായിരിക്കും. ഇത്രയാണ് പിന്നീട് ഈ ഫുഡ് പോയ്സണിങ്ങിനെ പറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഒരുപാട് കാരണങ്ങളുണ്ട് ഫുഡ് പോയ്സണിങ് ഉണ്ട്. ഞാൻ ഇന്നിവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ് ആണ്. ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ഫുഡ് പോയ്സണിങ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇടാൻ പോകുന്നത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള രണ്ട് മൂന്ന് ബാക്ടീരിയ ഉണ്ട്. ഒന്ന്, സാൽമണല്ല ഫുഡ് പോയ്സണിങ്. രണ്ട്, ബോട്ടുലിസം. മൂന്ന്, സ്റ്റെഫൈലോകോക്കസ്. പിന്നെ ക്ലോസ്ട്രീഡിയം. ഇത് നാലുമാണ് ഏറ്റവും പ്രധാനം. ആദ്യമായി ഞാൻ ഉദ്ദേശിക്കുന്നത് സാൽമണല്ല കൊണ്ടുള്ള ഫുഡ് പോയ്സണിങ് ആണ്. അത് സാധാരണ സാൽമണല്ല ഫുഡ് പോയ്സണിങ് വളരെ കൂടുതലാണ് ഇപ്പോൾ. അതിൻ്റെ കാരണങ്ങൾ, ഒന്ന്, അത് കമ്മ്യൂണിറ്റി ഫീഡിങ് വളരെ കൂടുതലാണ്. കല്യാണത്തിനും വലിയ വലിയ സദ്യകളും പാർട്ടികളുടെ ഒക്കെ ഇത് ഇപ്പോൾ വളരെ കൂടുതലാണ്. രണ്ട്, ഇൻ്റർനാഷണൽ ട്രേഡ്. നമ്മളിവിടെ നിന്ന് ഫുഡ് മറ്റ് സ്ഥലങ്ങളിലോട്ട് കയറ്റി അയക്കുക, കൊഞ്ചൊക്കെ മറ്റ് സ്ഥലങ്ങളിലോട്ട് കയറ്റി അയക്കുക, അതിൻ്റെ പ്രിസർവേഷനിലുള്ള തകരാറുകളുണ്ടെങ്കിൽ അതിലെല്ലാം സാൽമണല്ല ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഡിറ്റർജൻറ്റ് പോലത്തെ ചില മരുന്നുകളൊക്കെ. പിന്നെ സാൽമണല്ല ഇൻഫെക്ഷൻ ഈ ആനിമൽസിനുണ്ട്. യഥാർത്ഥത്തിൽ ആനിമൽസ് എന്ന് വെച്ചാൽ മൃഗങ്ങൾക്കുണ്ട്. പശുവിന് സാൽമണല്ല ഇൻഫെക്ഷൻ വരാം, കോഴിക്ക് സാൽമണല്ല ഇൻഫെക്ഷൻ, താറാവിന് അതിൽ നിന്ന് വരാനുള്ളത്. പിന്നെ പ്രിസർവേഷൻ ചെയ്ത ഫുഡ്, അതായത് ഇപ്പോൾ പിക്കിൾസ്, കൊഞ്ച് പിക്കിൾസ് അങ്ങനെയൊക്കെ ഉള്ളതിലും വരാം. ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്, അതായത് ബാക്ടീരിയയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഫ്രം ഫാം ആനിമൽസാണ് ആൻഡ് കോഴി, പൗൾട്രി. പിന്നെ ഈ എലി, ചുണ്ടലി ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ഗോഡൗണിലൊക്കെ വെച്ചിരിക്കുന്ന ഫുഡിൽ എലി, ചുണ്ടലി അങ്ങനെയുള്ളതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ, അതിന് ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടും അതിൽ നിന്നും പകരാം. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. 12 to 24 അവേഴ്സാണ്. അതായത് അര ദിവസം കൊണ്ട് ഒരു ദിവസം വരെയാണ് ഇൻക്യുബേഷൻ പീരീഡ്. സഡൻ ഓൺസെറ്റാണ്, പെട്ടെന്നാണ് അസുഖം വരുന്നത്. ആഹാരം കഴിച്ചൊരു 12 മണിക്കൂർ കഴിയുമ്പോൾ അതിഭയങ്കരമായ പനി, വിറയിൽ, അതിനോടൊപ്പം വയറിളക്കം, ഛർദ്ദി. ഇതാണ് ടിപ്പിക്കൽ ഫുഡ് പോയ്സൺ. ഫീവർ കാണും. ഫീവർ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ, ചിൽസ്, വിറയിൽ കാണും, വൊമിറ്റിംഗ് കാണും, പിന്നെ വയറിളക്കം കാണും. ഇതൊരു 2-3 ദിവസം കാണും, ഒരു 3 ദിവസം വരെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം. നമ്മൾ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. എസ്പെഷ്യലി ഈ താറാമുട്ടയൊക്കെ കഴിക്കുന്നവർക്കാണ്. ജനറൽ പച്ച താറാമുട്ടയെ കഴിക്കും. അപ്പോൾ താറാമുട്ടയെ കൂടെയും പാലിൽ കൂടെയൊക്കെ ഇത് പകരാം, ഫുഡ് പ്രോഡക്ട്സിൽ കൂടെ പകരാം. രണ്ടാമത്, ഇത് വളരെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ്. അതിന് പേഷ്യൻറ്റിന് IV ഫ്ലൂയിഡ് കൊടുക്കുക, ആൻറ്റിബയോട്ടിക് എന്തെങ്കിലും കൊടുക്കുക, പിന്നെ മലം കൂടുതൽ പ്രാവശ്യം പോകണമെങ്കിൽ അത് നിൽക്കാനുള്ള ഗുളികളൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുക്കുക. സാധാരണ ഒരു വയറിളക്കം ഛർദ്ദിലിൻ്റെ ആണ് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തത്
സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുന്നൊരു കോമൺ ബാക്ടീരിയയാണ് നമ്മുടെ ശരീരത്തിൽ സ്കിൻ ഇൻഫെക്ഷൻ, ബോയിൽസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ് സ്റ്റെഫൈലോകോക്കസ്. അത് കൂടുതലും വരാൻ സാധ്യതയുള്ളത് ഈ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ, അതായത് കടകളിലൊക്കെ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലായിരിക്കും ചിലപ്പോൾ തന്നെ. ഉദാഹരണം, ചായ ചോദിച്ചാൽ ഗ്ലാസ്സിനകത്ത് കൈയിട്ടായിരിക്കും, ഒരു വിരലിട്ടായിരിക്കും ചായ കൊടുത്തത്, മനസ്സിലായോ? പിന്നീട് അവർ ശരിയായ രീതിയിൽ കൃത്യമായി പേഴ്സണൽ ഹൈജീൻ ഒന്നും നോക്കാത്തതാണ്, അവരിൽ നിന്ന് വരാം. പിന്നെ പശുവിനാണെങ്കിൽ ഈ സ്റ്റെഫൈലോകോക്കസ് കൊണ്ട് മാസ്റ്റൈറ്റിസ് വരാം, അതായത് ഈ അതിൻ്റെ അകിടിൽ നീര് വരികയും ആ പാല് ഉപയോഗിച്ചാൽ അത് വരാം. അതുപോലെ പാസ്ചറൈസ് ചെയ്യാത്ത പാല് ഉപയോഗിക്കുക. ഈ സ്റ്റെഫൈലോകോക്കസ് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ടോക്സിനുണ്ട്. ആ സ്റ്റെഫൈലോകോക്കസ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു ടോക്സിനിൽ നിന്നാണ് വരുന്നത്. ആ ടോക്സിന് രണ്ട് തരത്തിലുള്ള ആക്ഷനുണ്ട്. ഒന്ന് ഇൻറ്റസ്റ്റൈനിലും ആക്ഷനുണ്ട്, അതായത് നമ്മളെ കുടലിലും ആക്ഷനുണ്ട്, നെർവസ് സിസ്റ്റത്തിലും ആക്ഷനുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിഭയങ്കരമായ വൊമിറ്റിംഗ് ആയിരിക്കും, വയറുവേദന കാണും, വയറിളക്കം കാണും, പക്ഷേ ഫീവർ കാണത്തില്ല. വയറിളക്കം കുറച്ചാലേ കാണും. പിന്നെ മറ്റ് ന്യൂറോളജിക്കൽ സിംറ്റംസ് ഒക്കെ ആയിരിക്കും കാണുന്നത്. അതും മറ്റവൻ്റെ ട്രീറ്റ്മെൻറ്റ് സെയിമാണ്. എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് കൊടുക്കുക, പിന്നീട് വയറിളക്കം കുറയാനുള്ള ഗുളിക കൊടുക്കുക, ORS കലക്കി കൊടുക്കും നമ്മൾ. പിന്നെ ഛർദിലിനും ഒക്കെയുള്ള ഇഞ്ചക്ഷനും ആൻറ്റിബയോട്ടിക്സും കൊടുക്കും. 2-3 ദിവസം കൊണ്ട് മാറുന്ന അസുഖം. ഇനി ഞാൻ പറയാൻ പോകുന്ന വേറൊരു ഫുഡ് പോയ്സണിംഗ് ആണ്. അത് വളരെ സീരിയസ് ആണ്. ബോട്ടുലിസം എന്ന് പറയും. അതായത് ക്ലോസ്ട്രീഡിയം എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ഉണ്ട്. അതാണെങ്കിൽ എനിറോബിക് ഓർഗാനിസമാണ്. ഓക്സിജൻ്റെ അഭാവത്തിൽ ജീവിക്കുന്ന ഒരു സ്പോർ ബെയറിങ് ഓർഗാനിസമാണ് ഈ ക്ലോസ്ട്രീഡിയം എന്ന് പറയുന്നത്. ക്ലോസ്ട്രീഡിയത്തിൻ്റെ അതിൻ്റെ ബോട്ടുലിസം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ സ്പോർട്സ് സാധാരണ മണ്ണിൽ കാണും. ആ സ്പോർട്സ് വെജിറ്റബിൾസ് കാണും, ഫിഷിൽ കാണും, പിക്കിൾസിലൊക്കെ കഴിക്കുന്നവർക്കാണ് ഇത് വരുന്നത്. പിന്നീട് ആ ടോക്സിൻ കൊണ്ടാണ് വരുന്നത്. അത് മെയിനായിട്ട് ബാധിക്കുന്നത് വയറിളക്കോശത്തിലുമല്ല. അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് 18 തൊട്ട് 36 മണിക്കൂറാണ്. അതിൻ്റെ മെയിനായിട്ട് അത് ബാധിക്കുന്നത് നെർവസ് സിസ്റ്റത്തിനാണ്. നെർവസ് സിസ്റ്റത്തിൽ നിന്ന് പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിനാണ് ബാധിക്കുന്നത്. അത് വളരെ സീരിയസ് ആണ്. കാരണം പേഷ്യൻ്റ് ഇറക്കാൻ വിഷമം കാണും, ഡിസ്വേജ് കാണും, ചിലവർ രണ്ടായിട്ട് കാണും, ഡിപ്ലോപ്പിയ കാണും, ടോസിസ്, ഈ കണ്ണിൻ്റെ മുകളിലത്തെ ഐബ്രോ താഴോട്ടിരിക്കും, അതാണ് ടോസിസ്, മസിൽ വീക്ക്നെസ് കാണും, ചിലപ്പോൾ ഒന്നോ കയ്യോ കാലോ തളർന്നു പോകാൻ സാധ്യതയുണ്ട്, ഫീവർ കാണത്തില്ല. അത് വളരെ സീരിയസ് ആണ്, ഒരു നെർവസ് ഡിസോർഡറാണ്, അത് ഫേറ്റലാണ്. സാധാരണ ഒരാഴ്ചയ്ക്കകം പേഷ്യൻ്റ് ഡെത്തായി പോകും. ഡെത്താവണതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നീ കാർഡിയാക് അറസ്റ്റോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ ആയിരിക്കും, ശ്വാസ തടസ്സം കൊണ്ടായിരിക്കും. കാരണം മസിൽസിനൊക്കെ വീക്ക്നെസ് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ടോക്സിൻ എന്ന് പറയുന്നത് ഹീറ്റ് ലെബൈലാണ്. ഹീറ്റ് ലെബൈൽ എന്ന് പറഞ്ഞാൽ ചൂടാക്കിയാൽ നഷ്ടപ്പെട്ടു പോകുന്ന ടോക്സിനാണ്. 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടാക്കിയ ഫുഡ് കഴിച്ചാൽ വരത്തില്ല. അപ്പോൾ ചൂടാക്കാത്ത ഫുഡ്, ഈ ക്യാൻഡ് ഫുഡ്, അങ്ങനെയൊക്കെയുള്ള സാധനത്തിൽ നിന്നാണ് ഇത് പകരുന്നത്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡ്. അപ്പം മറ്റ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ബോട്ടുലിസം വരാൻ ടെറ്റനസ് പോലത്തെ ഒരു ഓർഗാനിസമാണ് ഈ ബോട്ടുലിസം. അതുകൊണ്ട് ടെറ്റനസ് ടോക്സോയിഡ് പോലെ ഈ ബോട്ടുലിസത്തിനും ടോക്സോയിഡുണ്ട്. അത് നമുക്ക് പ്രൊഫൈലാക്കി കയറ്റിയെടുക്കാം. മാത്രമല്ല ഇതിന് ആൻറ്റി ടോക്സിൻ അവൈലബിളാണ്. ടെറ്റനസ് കൊടുത്താൽ നമ്മൾ ആൻറ്റി ടോക്സിനാണ് കൊടുക്കുന്നത്. അതുപോലെ ഈ ബോട്ടുലിസത്തിൻ്റെ ആൻറ്റി ടോക്സിൻ അവൈലബിളാണ്. 50,000 തൊട്ട് 1,00,000 യൂണിറ്റ് IV ആണ് കൊടുക്കുന്നത്. പിന്നെ ഗുവാനഡി എന്ന് പറയുന്ന ഒരു ഗുളിയുണ്ട്. അത് 15 തൊട്ട് 40 മില്ലിഗ്രാം വരെ പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് കൊടുത്താൽ ഈ നെർവസ് സിംറ്റം, അതായത് ഞരമ്പ് സംബന്ധമായ അസുഖങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ഇതാണ് ബോട്ടുലിസം. ബോട്ടുലിസം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആണ്. പിന്നെ വളരെ കോമൺ ആയിട്ടുള്ള, ഏറ്റവും കോമൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അസുഖം ക്ലോസ്ട്രീഡിയം പെർഫറിൻറ്റസ് കൊണ്ടുള്ള ഫുഡ് പോയ്സണിങ്. അത് ഉദാഹരണം പറയാം. അത് ചില ആളുകളുടെ വീട്ടിൽ ഫ്രിഡ്ജ് കാണത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, രാത്രി ഉണ്ടാക്കി വെച്ച ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ്, ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ കറി, ഇതൊക്കെ അവർ ചുമ്മാ അടച്ചു വെച്ചേക്കത്തുള്ളൂ. വീട്ടിൽ ഫ്രിഡ്ജില്ല. എന്നിട്ട് പിറ്റേന്ന് രാവിലെ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിക്കും. അപ്പോൾ എന്താ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ, ഈ ക്ലോസ്ട്രീഡിയം പെർഫറിൻറ്റസ് എന്ന് പറയുന്നതും ഒരു എനിറോബിക് ബാക്ടീരിയ, ഓക്സിജൻ്റെ അഭാവത്തിൽ ജീവിക്കുന്ന ബാക്ടീരിയ. അതുകൊണ്ട് അത് സ്പോർട്സ് ആയിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഫുഡ് തുറന്ന് വെച്ചേക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ വിളമ്പാനൊക്കെ നേരത്തെ തുറക്കുമല്ലോ, തുറന്ന് വെക്കുന്ന സമയത്ത് ഈ സ്പോർട്സ് അതിനകത്ത് വീഴും. എന്നിട്ട് നമ്മൾ ഈ ഫുഡ് അപ്പോൾ സ്പോർട്സ് അതിനകത്ത് വീണ് കിടന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്നറിയാമോ, അത് ഭയങ്കരമായിട്ട് ജെർമിനേറ്റ് ചെയ്യും. ഈ സ്പോർട്സ് എന്ന് വെച്ചാൽ ഒരെണ്ണമല്ല, ആയിരക്കണക്കിന് സ്പോർട്സാണ് കാണും. അത് ജെർമിനേറ്റ് ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന ടോക്സിൻ ആണ് ഈ സിംറ്റംസ് ഉണ്ടാക്കുന്നത്. അത്
ഒരിക്കൽ കുക്ക് ചെയ്ത ഫുഡ് വീണ്ടും ചൂടാക്കി കഴിക്കുമ്പോഴാണ് വരുന്നത്. അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 6 തൊട്ട് 24 മണിക്കൂർ വരെയാണ്. ഇതിൻ്റെ ഈ ഫുഡ് പോയ്സണിങ്ങിൻ്റെ എല്ലാ ഇൻക്യുബേഷൻ പീരീഡ് ഒരു ദിവസത്തിൽ താഴെയാണ്. ഈ സ്പോർട്സ് എന്ന് പറയുന്നത് ചെറുതായിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഇത് ജെർമിനേറ്റ് ചെയ്യും, പ്രൊഡ്യൂസ്. അപ്പോൾ ആൽഫ ടോക്സിനും തീറ്റ ടോക്സിൻ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ടോക്സിനുണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് കാണുന്നത് ഡയറിയ മാത്രമാണ്. വൊമിറ്റിംഗ് കാണത്തില്ല, ഛർദിൽ കാണത്തില്ല, ഫീവർ കാണത്തില്ല, ഷോർട്ട് ഡ്യൂറേഷനാണ്. പിന്നെ അത് വലിയ കുഴപ്പമൊന്നുമില്ല, റിക്കവറി റാപ്പിഡാണ്. കാര്യം എന്തെങ്കിലും നമ്മൾ സാധാരണ ആൻറ്റിബയോട്ടിക് കൊടുക്കുകയും IV ഫ്ലൂയിഡ് കൊടുക്കുകയും ORS കൊടുത്ത് പേഷ്യൻറ്റിന് ഒന്ന് സപ്പോർട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ 1-2 ദിവസം കൊണ്ട് മാറും. മരണമൊന്നും സാധാരണ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഫുഡെല്ലാം നമ്മൾ ബാക്കി വന്നാൽ റിഫ്രിജറേറ്ററിൽ വെക്കണം. റിഫ്രിജറേറ്ററിൽ വെച്ചില്ലെങ്കിൽ എടുത്ത് കളയണം, ആവശ്യത്തിനെ ഉണ്ടാക്കാവും. അധികം വരുന്ന എടുത്ത് കളയുക. റിഫ്രിജറേഷൻ ചെയ്യാതെ വീണ്ടും ചൂടാക്കി കഴിക്കുന്നതാണ് ഈ പെർഫ്രിഞ്ചസ് ഫുഡ് പോയ്സണിങ്ങിൻ്റെ ഒരു കാരണം. പിന്നെ വേറൊരു ഫുഡ് പോയ്സണിങ് ഉള്ളത് ബാസിലിയ സീരിയസ് പോലുള്ള ഫുഡ് പോയ്സണിങ്. അതും ഇതുപോലെ തന്നെ. അത് പക്ഷേ എയറോബിക്കാണ്, ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്, ഒരു ബാക്ടീരിയയാണ്. അത് സ്പോർ ബെയറിംഗ് ആണ്. അതിൻ്റെ സ്പോർ സാധാരണ കാണുന്നത് മണ്ണിലാണ്, ഈ സോയിൽ. പിള്ളേരൊക്കെ കൈ കഴുകാതെ വന്ന് ആഹാരം കഴിക്കുമ്പോഴൊക്കെയാണ് പറ്റുന്നത്. പിന്നീട് ഡ്രൈഡ് വെജിറ്റബിൾസ് വെച്ചൊക്കെ കാണാം. അപ്പം ഈ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന വെജിറ്റബിൾസിലൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പ്രോസസ്ഡ് ഫുഡ്, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രോസസ്ഡ് ഫുഡ് 2 തരത്തിലുള്ള ടോക്സിനുണ്ട്. ഒന്ന് എൻറ്ററിക് ടോക്സിൻ, അതായത് കുടലിനെ ബാധിക്കുന്ന ടോക്സിൻ. പിന്നെ ഒന്ന് ഡയറിയൽ ടോക്സിൻ. അപ്പോൾ അത് സിംറ്റമാറ്റിക്കാണ്. അതിന് വയറിളക്കമല്ല. ഈ ഡയറിയൽ ടോക്സിൻ മാത്രമേ ഡയറിയ കാണത്തുള്ളൂ, മറ്റതിനകത്താണെങ്കിൽ വൊമിറ്റിങ് കാണത്തുള്ളൂ. പിന്നീട് ഈ ടോക്സിന് നമ്മൾ ആൻറ്റി ടോക്സിൻ കൊടുക്കുക, പിന്നീട് ആൻറ്റിബയോട്ടിക് കൊടുക്കുക. ഇതും അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള അസുഖമല്ല, എന്നാലും ഫുഡ് പോയ്സണിങ് ആണ്. ഇതെല്ലാം വരുന്നത് ഒരു വീട്ടിലുള്ള ഒരുപാട് പേർക്ക് ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ ഫുഡ് പോയ്സൺ എന്ന് പറയുന്നത്. പിന്നെ ഒരാൾക്ക് വേണമെങ്കിലും വരാം. നമുക്ക് എങ്ങനെ ഈ ഫുഡ് പോയ്സണിങ് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളത് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒന്ന് ഫുഡ് സാനിറ്റേഷൻ. എസ്പെഷ്യലി നമ്മൾ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവർ കൊടുത്തിരുന്ന പച്ചവെള്ളം കുടിക്കരുത്. തിളപ്പിച്ചാറ്റിയ വെള്ളം പറഞ്ഞുകൊണ്ട് തന്നാലും ഈ തിളപ്പിച്ചത് അവർ അതിനകത്ത് പച്ചവെള്ളം ഒഴിക്കും തണുക്കാൻ. അതുകൊണ്ട് യാതൊരു പ്രയോജനം. അതുകൊണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം നമുക്ക് ഹോട്ടലിൽ തരുന്ന വെള്ളം ഉപയോഗിക്കരുത്. പിന്നെ സലാഡുകൾ, ഈ മോര്, തൈര് അങ്ങനെയൊക്കെ ഉള്ളതൊന്നും അത്ര ഹൈജീനിക്കായിരിക്കത്തില്ല. പിന്നെ അവിടെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ പേഴ്സണൽ ഹൈജീൻ കാണത്തില്ല. കാര്യം യൂണിഫോം കാണത്തില്ല. ഈ ചെറിയ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ യൂണിഫോം കാണത്തില്ല, നഖമൊന്നും അവർ ശരിക്കും വെട്ടത്തില്ല, കയ്യിലും കാലിലും വരെ ചൊറിയും ചിരങ്ങൊക്കെ കാണും. പിന്നെ അവരൊക്കെ ആണെങ്കിൽ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ സോപ്പിട്ടൊന്നും കൈ വാഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സാനിറ്റേഷൻ, അതായത് നമ്മൾ ഹോട്ടലിൽ നിന്നും വെളിയിൽ നിന്നും കഴിക്കുമ്പോൾ അവിടെ നോക്കണം, വൃത്തിയുള്ള ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കാവുള്ളൂ. അവർ തരുന്ന സലാഡുകൾ, ഈ ചൂടാക്കാത്ത പദാർത്ഥങ്ങളൊക്കെ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് തലേ ദിവസത്തെ ഇറച്ചിയൊന്നും ചൂടാക്കില്ല. അപ്പോൾ രാവിലെ ചെന്ന് നിങ്ങൾ ഒരു ഹോട്ടലിൽ ചെന്ന് ബീഫ് ഫ്രൈ ചോദിച്ചാൽ അവർ തലേ ദിവസത്തെ ബീഫ് ഫ്രൈ ആയിരിക്കും എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. 2 പേഴ്സണൽ ഹൈജീൻ. നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് സോപ്പിട്ടോ അല്ലെങ്കിൽ വളരെ നല്ലപോലെ കൈ കഴുകുക. ഉദാഹരണത്തിന് കല്യാണത്തിനൊക്കെ ചില ഞാൻ കണ്ടിട്ടുണ്ട്, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ എല്ലാവരും കൂടെ ഇടിച്ച് കയറി പോകും, ഒരാളും ഒരു കൈ കഴുകത്തില്ല. അപ്പോൾ കൈ നല്ലപോലെ കഴുകിയതിന് ശേഷമേ ആഹാരം കഴിക്കാവുള്ളൂ. 2 ഫുഡ് ഹാൻഡിൽ ടെക്നിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈയുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു ബറോട്ട 2 ബറോട്ട കഴിച്ചിട്ട് 3ാമത്തെ ബറോട്ട വയ്ക്കുമ്പോൾ അയാളെ കൈയുണ്ടായിരിക്കും എടുത്തുകൊണ്ട് തരുന്നത്. അയാളെ കൈ ചിലപ്പോൾ തലയിലൊക്കെ ചൊറിഞ്ഞ വേറെ വൃത്തിഹീനമായിരിക്കും. കൂടിയ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഫോർസെപ്സൊക്കെ കാണും, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചെങ്കിലും എടുക്കും. ഇത് ചുമ്മാ കൈ കൊണ്ട് എടുത്ത് തരിക. ഇപ്പോൾ ഈ പൊരിപ്പ് കടയിലൊക്കെ ചെന്ന ആളുടെ വട അതും ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ അതൊക്കെ കൈ കൊണ്ടാണ് എടുത്ത് തരുന്നത്. അപ്പം വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ആഹാരം കഴിക്കുമ്പോഴാണ് പോയ്സണിങ് വരുന്നത്. പിന്നെ മീറ്റ് ഇൻസ്പെക്ഷൻ, അത് മുനിസിപ്പാലിറ്റിയുടെ പഞ്ചായത്തിൻ്റെയൊക്കെ ജോലിയാണ്. സ്ലാട്ടർ ഹൗസ് ഇപ്പോൾ ഈ ചത്ത ജീവിയാണോ കൊല്ലുന്നത്? നമുക്കറിയാമല്ലോ, സിംഹവും കടുവയൊക്കെ ഡെഡ് ബോഡി തിന്നത്തില്ല, അത് കൊന്നേ തിന്നത്തുള്ളൂ. അതുപോലെ നമ്മൾ അപ്പോഴും കൊന്നുന്ന ഇറച്ചി മാത്രമേ തിന്നാവുള്ളൂ. ചിലപ്പോൾ പശുവിനോ കാളയ്ക്കൊക്കെ അസുഖം വന്ന് മരിച്ചതിൻ്റെയൊക്കെ ഇറച്ചിയായിരിക്കും കൊണ്ടുവരുന്നത്. അത് മീറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യണം. പിന്നെ പാല് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പാസ്ചറൈസ്ഡ് മിൽക്ക് തന്നെ വാങ്ങിക്കും. അതായത് ഇപ്പോൾ ചില ആൾ പറയും വീട്ടിൽ നിന്നൊക്കെ പാൽ കൊടുത്തിട്ട് അല്ലെങ്കിൽ കുപ്പിയിൽ കൊണ്ടുതരാം, അതൊന്നും പാസ്ചറൈസ്ഡ് അല്ല. പാസ്ചറൈസ്ഡ് കാര്യം ആ പശുവിൻ്റെ അകിടിന് കേടുണ്ടോ, പശുവിന് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. അതുകൊണ്ട് പല അസുഖങ്ങളും, ഫുഡ് പോയ്സണിങ് മാത്രമല്ല പല അസുഖങ്ങളും ഈ പാലിൽ കൂടെ പകരാം. അതുപോലെ മുട്ടയൊക്കെ, പച്ച മുട്ട ചില ആളുകൾ ഉപയോഗിക്കും, അത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്.
അങ്ങനെ ചെയ്യണം. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള ആളുകൾ നമ്മളെ കുഞ്ഞുങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ ഹോട്ടൽ ഭക്ഷണത്തിൽ കഴിക്കുന്നവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്ത് പിന്നെ ഒരു പ്രിൻസിപ്പിൾ കുക്ക് ആൻഡ് ഈറ്റ് ദ സെയിം ഡേ. നമ്മളെ വയ്ക്കുന്ന ആഹാരം അന്ന് തന്നെ കഴിക്കുക, പിറ്റേ ദിവസത്തേക്ക് മാറ്റുക. എന്തായാലും ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചിട്ട് പിന്നെ ചൂടാക്കുന്നതും ഒരു തരത്തിൽ റിസ്ക്കാണ്. അത്ര റിസ്ക് ഇല്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ മൈക്രോവേവ് ഓവനിൽ ആക്കിയാൽ അത്ര വലിയ കുഴപ്പമില്ല. മൈക്രോവേവ് കൊണ്ട് മിക്കവാറും എല്ലാ ബാക്ടീരിയ ടോക്സിൻ നഷ്ടപ്പെടും. ഇത്രയുമാണ് എനിക്ക് ഈ ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ് പറയാനുള്ളത്. ഇനി മറ്റുള്ള ഫുഡ് പോയ്സണിങ്ങുകളെ പറ്റി ഞാൻ മറ്റൊരു അവസരത്തിൽ പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലമർത്തിയാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് കിട്ടും. താങ്ക് യു വെരി മച്ച്.